ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ചെയ്ത മൈ വേ ബൈ കല്യാണി ആ ഒരു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഇന്നലെ വീഡിയോ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം ഇവർ പറയുന്ന അലിഗേഷൻ ഇവരാണ് ആദ്യം കേസ് കൊടുത്തത് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലിനിക്കിൻ്റെ ഓണറായിട്ടുള്ള ഫാത്തിമ നിലിഫറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരുമായിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു 30-30 മിനിറ്റ്സിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് ഉണ്ട്, ഞാനത് വെക്കാം. അപ്പം ആദ്യം ഇവർ പറയുന്ന കാര്യങ്ങൾ, പോലീസിനകത്ത് കംപ്ലൈന്റ് കൊടുത്തത് ഇവരാണ് എന്നുള്ളത്. അത് ആക്ച്വലി ഡോക്ടറോട് സംസാരിച്ചവൻ പറയുന്നത് അവർ കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോലീസിനെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നതും വിളിച്ചു വരുത്തിയതും ഇവർ തന്നെയാണ്. ഇന്നലത്തെ അവരുടെ വീഡിയോയ്ക്കകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതും അത് തന്നെയാണ്. അവിടെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ലേഡി ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഡിവൈഎസ്പി സാറിന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. മെറ്റാ ക്ലാസ്സിൽ വെച്ച് റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ആ സംസാരിക്കുന്ന ആ ലേഡി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇന്നൊരാളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തോളൂ. ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെ ഞാനിപ്പോൾ ACP ജയൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു കെ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ഇതിൽ ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പരാതിയുമായിട്ട് ലീഗലി ആദ്യം മൂവ് ചെയ്തത് ഇവരാണ്, പക്ഷെ ഇവർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതിനുശേഷമാണ് ഇവർ കംപ്ലൈന്റ് ആയിട്ട് പോയത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് കല്യാണി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ ഒരു കറുത്ത പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് കംപ്ലീറ്റ്ലി ഡോക്ടർ നിഷേധിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പുള്ളിക്കാരത്തി പറയുന്നത് ഇത് മാത്രമല്ല, ഇവർ പലതരത്തിലുള്ള ക്രീമും ഉപയോഗിച്ചിട്ട് ഇവരുടെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാത്തിന്റെയും മെഡിക്കൽ പ്രൂഫ് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അത് ഇപ്പൊ പുറത്തുവിടാൻ പറ്റത്തില്ല, കാര്യം ഇത് ലീഗലി പോകുന്ന സാധനമാണ്. അതിന്റെ എല്ലാ റിപ്പോർട്ടും അവരുടെ കയ്യിലുണ്ട്. ഇവരുടെ സ്കിന്ന് ഒരു മോശാവസ്ഥയിലായിരുന്നു എന്നാണ് കല്യാണിയുടെ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പാട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ക്ലിനിക്കുമായിട്ട് അപ്രോച്ച് ചെയ്തതെന്നാണ്. പക്ഷെ ഇതിനു വേണ്ടി മാത്രമല്ല, പലതരത്തിലുള്ള ചികിത്സകളും അവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ കൺസെന്റ് ലെറ്ററും കല്യാണി ഒപ്പിട്ട് കൊടുത്തതിന്റെ തെളിവുകൾ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും പുറത്തുവിടാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മുഖത്ത് മാത്രമല്ല, അവര് വേറെയും ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഈ സ്കിന്നിന്റെ മാത്രമല്ല. പിന്നെ ബില്ലിന്റെ കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവര് ബില്ല് പൊക്കി പിടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ബില്ലാണ് ഇവർ അയച്ചു തന്നത്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇനി ബില്ലെല്ലാം അയച്ചു കൊടുക്കാം എന്ന് അവർ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള തരത്തിൽ ഒരു സാധനവും കൂടെ കല്യാണി കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഡോക്ടറിനടുത്ത് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത്, ഞങ്ങൾ ഓൾറെഡി ബില്ലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ പല തവണയായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതാണ്, ഇനിയും അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന ബില്ല് കൊടുത്തോളാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് എന്നതാണ് ഡോക്ടറുടെ മറുപടി. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ സംശയങ്ങളെല്ലാം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഡോക്ടറും ഞാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. നിങ്ങളത് കേൾക്കൂ. ഓക്കെ. 2-3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിലിരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസും ഒന്നുമില്ല. തിരിച്ചൊരു കോമൺ സെൻസ് ചോദ്യം മാത്രമേ ഉള്ളൂ. മാമിന്റെ അടുത്ത് ആണ് ആദ്യം ഇവർ വന്നത് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ, കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ അതെ, ആരുടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ്, മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിൽ ഉണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ, സിഇഒയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. എന്താ അവര് അതും പറഞ്ഞത്? ആദ്യം അതൊരു 3-4 മാസം മുന്നേ, അതൊന്നും ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ടും അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിൻ ഡൗൺ ചെയ്ത ഓർമ്മ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഡോക്ടറെ ഞങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു, ഈ പറഞ്ഞ മാതിരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസുകളോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇനി കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി വാട്ട് വാസ് ഇതും ദിയർ മാമിന്റെ ഇന്റന്റ്? അടുത്താണോ പറയുന്നത്? അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവരത് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്, നോ, മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറയണത് ഞാന്.
അപ്പൊ ഓക്കെ. അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നുണ പറയണെന്ന് തന്നെ വിചാരിക്ക്. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ. നുണ പറയണെന്ന് തന്നെ വിചാരിക്ക്. എന്തിനാ പിന്നെ അവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരൂ എന്നും പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? വേറൊരു ഒരു കാര്യം കൂടി സാധനം ചോദിക്കട്ടെ. ഈ മെയ് 13 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ജൂൺ 24 സംതിങ് അല്ലേ? ഉം. അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിലും CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിലെ അന്നേരം CCTVകള് ഞങ്ങള് കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒരൊറ്റ CCTVസും നമ്മുടെ ഒരു ക്ലിനിക്സിലും വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താ വെച്ചാല്, ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്റ്റിന്റെ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന് അവരുടെ ബോഡിയിലത്തെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോ അത് ക്യാമറയിൽ പതിയാൻ പാടുവോ? ഇല്ലല്ലോ. ഓക്കെ, റൈറ്റ്. അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയയിലുള്ള മനസ്സിലായി, CCTV മനസ്സിലായി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഈ അതിപ്പോ ഞാൻ CCTVക്ക് വേറെ എന്തെങ്കിലും കാര്യം ഓഡിയോ പറയാം. റെക്കോർഡിംഗ് ഉള്ളതാണോ പുറത്ത് വെച്ചിട്ടുള്ളത്? ഇല്ല. അത് ദേ ഞങ്ങളിപ്പോ ഫുൾ കംപ്ലീറ്റ്ലി ഇപ്പൊ റീവാമ്പ് ചെയ്തൊരു ഓഡിയോയും കൂടി കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഇതിപ്പോ രണ്ടാമത്തെ ഞങ്ങൾക്ക് ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു ഉം, വിഷയം ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ. ഓഡിയോ സിസ്റ്റം കൂടെ വെക്കും. നമ്മളതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ്സിൽ മനസ്സിലാവുക. ഇതും കൂടെ അതെ, വെക്കുന്നു. അതെ. ആരെങ്കിലും സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു. ഇല്ല അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിച്ചിട്ടുണ്ടോ? അല്ല, വന്ന അതാ സ്കിന്നും ഞാൻ ചോദിക്കാൻ വന്നത്. ഈ അവരിപ്പോ പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കറുത്ത പാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാമും അതും മറ്റേ സ്റ്റാഫ് കുട്ടിയും പറയുന്നത് സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് പറ്റിയെന്ന്. അതിന്റെ ഒരു സംഭവം എന്താ? ഈ 8 കൊല്ലം ഞാൻ കണ്ടു ആ വീഡിയോ. 8 കൊല്ലന്നോ പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ. ആ പാട് 8 കൊല്ലമായിട്ടാണ് ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെയും പോയി കാണിച്ചിട്ടില്ലേ? അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് ആ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. അപ്പം ഇതിപ്പോ ഈ നടക്കണത് പാട് വന്നത് ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ളതല്ല. ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതിന് ശേഷം വന്നതാണ്. അല്ലല്ലല്ലല്ലല്ല. ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്. അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. ഓക്കെ, മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ വേറൊരു മൊത്തം സ്കിൻ ബാരിയർ അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ മനസ്സിലായി. ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു ഇപ്പൊ പാത്രത്തിന് ഒരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി. അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്കും അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ് ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് നിർത്തിയാൽ മതി. അപ്പോ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ളൊരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ. 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ആ സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. മനസ്സിലായി. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഇതിന്റെയൊക്കെ ഇരിപ്പുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള? എല്ലാം ഉണ്ട്. എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? അതെ, അത് അതെ. അത് ഞാൻ ആലോചിക്കണേ എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണെങ്കില്. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെയൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയാണ്. മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാള്. ഓക്കെ. ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്നും പറഞ്ഞ് വന്നു. ആ ഉം, പാട് ഉം. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസം അത് ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പൊ ഒരു 3, 4 മാസം കഴിയുമ്പോൾ അതങ്ങട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചയുണ്ടാക്കാം. കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ മാതിരി ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ
മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ ആ അതെ ചെയ്തതിന്റെ എല്ലാത്തിന്റെ കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ, അവരൊപ്പ്. അതിന്റെ അതെ കൂടെ ഞങ്ങള് അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും, ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഉം, അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റാ? ഞാൻ വേറെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നാ മോളെ പൊയ്ക്കോന്ന് പറയോ? ഇതിന്റെ എല്ലാത്തിനും അതെന്താ അറിയോ? ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇവർ ഒപ്പിട്ട് വന്നേക്കുന്നുണ്ട്, ബാക്കി ട്രീറ്റ്മെന്റ് 100% ചെയ്തതിന്റെയും മെഡിസിൻ 100% വാങ്ങിയതിന്റെ വേറെ വശം എല്ലാത്തിന്റെയും. ഞാൻ പറഞ്ഞുതരാം. വേറെ വശം പറഞ്ഞുതരാം. ഇതില് അവർക്ക് മെയ് 30 വന്ന് അവര് ഒച്ചുണ്ടാക്കുന്നതിനിടയില് ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയാ, നിങ്ങള് 3 ml, കാര്യം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജറിന് ഇത്ര ml സിറിഞ്ച് വേണമെന്നുള്ളതുണ്ട്. ഇപ്പൊ 3 ml സിറിഞ്ചാ ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക, ഇത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരു ഉം, പാരവെപ്പ് ഉണ്ടാവില്ലേ? ഉം, ഉം, അതുപോലെ ഉം. നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തതെന്നറിയോ? ആ ഫയൽ അങ്ങോട്ട് അവർക്ക് തിരിച്ചു വെച്ചു കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന, ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച്, ഏത് ബാച്ച്, എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi-billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ഞാനിത് തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോ അവർ രണ്ടുപേരും അവിടേക്ക് നോക്കി. അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാരും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞത് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല, കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താന്ന് വെച്ചാല്, ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇളക്കി വിട്ടു. വിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി, ആഹാ ഇത് ഇത്രയും വിലയൊന്നും ഇല്ല, ഇവര് നമ്മളെ പറ്റിക്കുന്നുണ്ടോ? ആ ഒരു ചിന്തയിൽ വന്നിട്ട് അവര് വന്നിട്ട്, ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണ്ട, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് താ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് താ, ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ചെയ്യട്ടെ. ഇതെപ്പോഴാ ഇതില് പറയുന്നത് ഈ കാര്യം? ഇതൊക്കെ മെയ് 30 ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയും, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിന് ഞാനും ഇത് പറഞ്ഞു ഓരോന്ന് തെളിയിപ്പിക്കായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്, അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു, അല്ലേ? ഇനി ഒരു കാര്യം ചെയ്യ്, ആ ബില്ല് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജറും GPayയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തിട്. പ്രശ്നം ഉണ്ടാക്കി. എന്ത് ചേതോവികാരത്തിന്റെ പുറത്താണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ബില്ല് കിട്ടാത്തതിന്റെ പേരിലാണോ ഇത്രയും ഒരു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്, അതോ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടതിനോ? ഇപ്പം ഡോക്ടർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 6 അക്ക സംഖ്യ ചെലവാക്കി എന്നല്ല, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്, അതെല്ലാം എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അത്യാവശ്യം പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്ക് പോലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് മനസ്സിലായത് കാര്യം അതാണ്. ക്യാഷ് ഉള്ളവർ മാത്രം കൊണ്ട് പോയാൽ മതിയടേ. അവിടെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ക്രീം 10, 200, 300 ക്രീം അല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുമ്പോൾ ആ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇവരുടെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് വാഷും എല്ലാം അണ്ടർ 800 ആ ഒരു റേഞ്ച് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ, അതിന്റെ ചികിത്സ നടത്തണമെങ്കിൽ അത് രീതിയിലുള്ള പൈസ ആവും. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അത്രയും പൈസ ചെലവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വേറെ ഏതൊക്കെ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോകാമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം, ഇവർ ഇത്രയും പൈസ അതിനകത്ത് ചെലവാക്കി, പക്ഷെ ഇവർ പ്രതീക്ഷിച്ച അത്രയും റിസൾട്ട് ഇവർക്ക് കിട്ടിയില്ല. ഇവർ വേറെ ഏതെങ്കിലും ക്ലിനിക്കായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അന്നേരം അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ ചിലപ്പോൾ എന്തെങ്കിലും, ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ കുത്തിത്തിരിവ് ഇട്ടിട്ടുണ്ടാവും, ഇത്രയും പൈസ ഒന്നും ആവത്തില്ല, എന്തിന് ഈ സാധനങ്ങളൊക്കെ തേച്ചു, ഇത്രയും പൈസ അവർ എന്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, ആ രീതിയിൽ എന്തെങ്കിലും ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ടാവും. അന്നേരം ഈ കല്യാണിക്ക് തോന്നിയിട്ടുണ്ടാവും, ഓക്കെ ഇത്രയും നാൾ 8 മാസമായിട്ട് ഇവർ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്,
എന്നെങ്കിലും ഇവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം, ആ രീതിയിൽ വന്ന് ഇവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ആ ക്ലിനിക്കിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതുപോലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു കൈൻഡ് ഓഫ് പ്രതികാരം തീർക്കൽ. ലാസ്റ്റത്തെ കല്യാണിയുടെ വീഡിയോ ആണെങ്കിൽ പോലും കല്യാണി അതിനകത്ത് പല കാര്യങ്ങളും ട്രിം ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മെയ് മാസം വരെ ഈ കല്യാണിയെ എടുത്ത് വിളിച്ച് ഫീഡ്ബാക്ക് തിരക്കുമ്പോൾ സാറ്റിസ്ഫൈ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഇവര് മറ്റേ മെറ്റാ ക്ലാസ് വെച്ച് കാണിച്ചേക്കുന്ന ആ ഒരു ഫൂട്ടേജ് അത് ജൂൺ 1 ഉള്ളതാണ്. പക്ഷെ ഇവർ മെയ് 30 പോയിട്ട് ക്ലിനിക്കിൽ ബഹളം വെച്ചിട്ടുണ്ട്, വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പുറത്തു വിട്ടിട്ടില്ല, അതിനെപ്പറ്റി ഒരു അക്ഷരവും മിണ്ടുന്നുമില്ല. അപ്പം കല്യാണി പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും പകുതി മാത്രമാണ്. ഇപ്പൊ ഈ ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട്. സാധാരണ ഏത് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാലും, ഞാനും ഹെയറിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്, നമ്മളവിടെ ചെന്നിട്ട് മെഡിസിൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രീമോ തലയിൽ തേക്കുന്ന ലോഷൻ എന്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ആ മൊമെന്റിൽ അവർ ഹാർഡ് കോപ്പി തരും. ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവർ ആ മൊമെന്റിൽ ഹാർഡ് കോപ്പി തരും. കൺസൾട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിന്റെ പ്രിന്റ് തരും, വേറെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തരും. ഇതിന്റെ എല്ലാം ഹാർഡ് കോപ്പി തന്നിട്ടില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാര്യം പൈസ മുടക്കാൻ നിങ്ങളാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് ഞാൻ 8 മാസം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു, അതിന്റെ എല്ലാത്തിന്റെയും ബില്ല് എനിക്ക് ഇപ്പൊ വേണം എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ മൊമെന്റിൽ എടുത്തുന്നാ കൊണ്ടുപോ എന്ന് പറഞ്ഞ് തരണമെന്നില്ല. ഈ ബില്ല് മൊത്തം അയച്ചു കൊടുത്തിട്ടുള്ള മെയില്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഓഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഡോക്ടറിന്റെ സൈഡിലുള്ള എക്സ്പ്ലനേഷൻ ഇതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കല്യാണിയുടെ സൈഡിൽ നിന്ന് ഇനി എന്തൊക്കെ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കൂടുതലൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാനല്ല. സോ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ. അപ്പോൾ ശരി, ബൈ.